Hi everyone, നമ്മൾ ഈ മൊഡ്യൂൾ പഠിക്കാൻ പോകുന്നത് ആഡ് ഗ്രൂപ്പ് ടാർഗറ്റിംഗ് ആൻഡ് ആഡ് എക്സ്റ്റൻഷൻസിനെ കുറിച്ചാണ്. സോ ആഡ് ഗ്രൂപ്പ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ഗ്രൂപ്പിൽ നമ്മളൊരു ടാർഗറ്റിംഗ് സെറ്റ് ചെയ്യുമ്പോൾ പല രീതിയിൽ നമുക്ക് ടാർഗറ്റിംഗ് സെറ്റ് ചെയ്യാം അല്ലേ. സോ ദർ ആർ യൂസർ ബേസ്ഡ് ടാർഗറ്റിംഗ് ആൻഡ് വെബ്സൈറ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ്. സോ നമ്മൾ യൂസർ ബേസ്ഡ് ടാർഗറ്റിങ്ങിനെ കുറിച്ചും വെബ്സൈറ്റ് ബേസ്ഡ് ടാർഗറ്റിങ്ങിനെ കുറിച്ചും അതുകൂടാണ്ട് ആഡ് എക്സ്റ്റൻഷൻസിനെ കുറിച്ചും നമ്മൾ പഠിക്കും ഈ മൊഡ്യൂളിൽ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് സെഷൻ, website based targeting. So in this session we are going to learn about website based targeting. അപ്പോൾ website based targetingൽ ഫസ്റ്റ് വരുന്നത് മാനേജ്ഡ് പ്ലേസ്മെന്റ് എന്നാണ്. മാനേജ്ഡ് പ്ലേസ്മെന്റ് ടാർഗറ്റിംഗിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചില വെബ്സൈറ്റുകളിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ്സ് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ടാർഗറ്റ് ചെയ്ത് ആ വെബ്സൈറ്റിൽ ഡയറക്റ്റ് അഡ്വർടൈസ് ചെയ്യാനാണ് നമ്മൾ ഈ മാനേജ്ഡ് പ്ലേസ്മെന്റ് അഡ്വർടൈസിങ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ പറയുകയാണെങ്കിൽ മാനേജ്ഡ് placement target is the most direct way to target a website. Simply choose the website or pages you want to show your ad. അതായത് നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കേണ്ട വെബ്സൈറ്റുകൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പ്ലേസ്മെന്റ് വെബ്സൈറ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ് എങ്ങനെയാണ്, ഈ ഒരു പ്ലേസ്മെന്റ് ബേസ്ഡ് ടാർഗറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നെക്സ്റ്റ് ടോപ്പിക് ടാർഗറ്റിംഗ്. അപ്പോൾ ടോപ്പിക് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആഡ്സിൽ നമുക്ക് ഓരോ വെബ്സൈറ്റും ഓരോ കാറ്റഗറിയിലുള്ള വെബ്സൈറ്റുകളാണ്. ഇപ്പോൾ ആഡ്സ് ആൻഡ് എന്റർടൈൻമെന്റ്സിനെ പറ്റി പറയുന്ന വെബ്സൈറ്റുകൾ ഉണ്ടാവും, ഓട്ടോസ് ആൻഡ് വെഹിക്കിൾസ്, ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ്, അങ്ങനെ പല ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന വെബ്സൈറ്റുകളും പേജുകളും ഉണ്ടാവും. സോ Google Ads provides a long list of topics you may target such as industries, careers and niche topics. So ഈ ടോപ്പിക്സിലുള്ള വെബ്സൈറ്റുകളിലേക്ക് നമുക്ക് Google Ads പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനാണ് ടോപ്പിക് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കീവേഡ് കോണ്ടെക്സ്ച്വൽ ടാർഗറ്റിംഗ്. അപ്പോൾ നമ്മൾ ടോപ്പിക് ടാർഗറ്റിംഗ് പോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള ബട്ട് ലെസ് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളതാണ് കീവേഡ് കോണ്ടെക്സ്ച്വൽ ടാർഗറ്റിംഗ്. നമുക്കൊരു ലിസ്റ്റ് ഓഫ് കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കീവേഡ്സിന്, അതായത് നമ്മുടെ ആഡും ഒരു പർട്ടിക്കുലർ പേജിന് ഈ ഒരു കീവേഡിന് സിമിലർ ആയിട്ടുള്ള കോണ്ടന്റ് ഉള്ള വെബ് പേജുകളിലോട്ട് നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നതാണ്. സോ ദിസ് ഈസ് കീവേഡ് കോണ്ടെക്സ്ച്വൽ ടാർഗറ്റിംഗ്. So now we have covered what is website based targeting. Let's move on to the screen and let's see what and how can we do the website based targeting. അപ്പോൾ website based targeting ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഗൂഗിൾ ആഡ്സിലോട്ട് പോകണം. നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചത് വെബ്സൈറ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ് ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് ബേസ്ഡ് ടാർഗറ്റിംഗിൽ നമ്മൾ കീവേഡ്സും ടോപ്പിക്സും പ്ലേസ്മെന്റ് രീതിയിലുള്ള ടാർഗറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലൈവായിട്ട് കാണാം എങ്ങനെയാണെന്ന്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെബ്സൈറ്റിന്റെ URL ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അതായത് യൂട്യൂബ് ചാനൽസ്, വെബ്സൈറ്റ്. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ചെയ്യുവാണെങ്കിൽ മനോരമ, നമുക്ക് ഏതെങ്കിലും ഒരു ഫേമസ് വെബ്സൈറ്റുകൾ എടുക്കാം. സോ ഐ ഹാവ് സെർച്ച് ഫോർ മനോരമ. സോ നമുക്ക് നമുക്ക് ഇവിടെ ഒരു URL പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെബ്സൈറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് കിട്ടുന്ന വെബ്സൈറ്റുകൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ മാധ്യമം ഞാൻ സെലക്ട് ചെയ്യുവാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ട വേറെ ഏതെങ്കിലും വെബ്സൈറ്റുകളാണെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യുക, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെയാണ് നമ്മൾ പർട്ടിക്കുലർ പ്ലേസ്മെന്റ്സ് സെലക്ട് ചെയ്യുന്നത്. സോ ടാർഗറ്റഡ് പ്ലേസ്മെന്റ്സ് 0 ആണ് കാണിക്കുന്നത്. നമ്മൾ സെലക്ഷൻ കറക്റ്റ് ആയില്ല. നമുക്ക് അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽസുകൾ. ഓക്കെ, സോ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച ആ 3 ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് ബേസ്ഡ് ടാർഗറ്റിംഗിൽ നമ്മൾ ഈ ഒരു ടാർഗറ്റിംഗ് ആഡ് ഗ്രൂപ്പ് ലെവലിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ടാർഗറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്ക് കീവേഡ്സ്, ടോപ്പിക്സ്, അതേപോലെ പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ പ്ലേസ്മെന്റിൽ നമ്മൾ പ്ലേസ്മെന്റ് സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട വെബ്സൈറ്റുകൾ, അതായത് ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഈവൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ, വീഡിയോ ആഡ്സുകളൊക്കെ ആണെങ്കിൽ അവിടെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എയ്തർ നമുക്ക് ഇവിടെ URL എൻ്റർ ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എയ്തർ നമുക്ക് ഈ URL എൻ്റർ ചെയ്ത് കൊടുക്കാം. അതായത് ബ്രൗസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എൻ്റർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഞാനിങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ആഡ് വൺ പ്ലേസ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക, പ്ലേസ് ചെയ്യുക. അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വെബ്സൈറ്റ് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ബൈ വേർഡ്, ഫ്രേസ് ഓർ URL വെച്ച് നമുക്ക് ബ്രൗസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട വെബ്സൈറ്റുകൾ ഇങ്ങനെ വരുന്നു, അത് സെലക്ട് ചെയ്യുക. അങ്ങനെ പ്ലേസ്മെന്റ്, അതായത് ഈ പർട്ടിക്കുലർ വെബ്സൈറ്റുകളിൽ എവിടെയാണോ ആഡിനുള്ള സ്പേസ് ഉള്ളത് അവിടെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് പോകും. അങ്ങനെയാണ് ടാർഗറ്റ് പ്ലേസ്മെന്റ്, അതായത് പ്ലേസ്മെന്റ് ബേസ്ഡ് ടാർഗറ്റിംഗ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. അപ്പോൾ നമുക്ക് ടോപ്പിക്സുകൾ സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസിനെ കുറിച്ചാണ്. നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒരു ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസിനെ കുറിച്ചുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ
ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. ഇനി അതിൽ തന്നെ കുറച്ചും കൂടി നിഷായിട്ട് പോകുന്നുണ്ടെങ്കിൽ ബോഡി ആർട്ട്, ഫാഷൻ സ്റ്റൈൽ, ഹെയർ കെയർ പ്രൊഡക്ട്സ് ആണ്. ഇപ്പം എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, അവരുടെ ഹെയർ കെയർ പ്രൊഡക്ട്സ് ആയിരുന്നു. അപ്പോൾ അത് ഹെയർ കെയർ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കുറച്ചും കൂടി നിഷായിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടോപ്പിക് ബേസ്ഡ് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഈ പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള വെബ്സൈറ്റുകളിൽ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ആഡുകൾ കാണിക്കും. ഇനി നെക്സ്റ്റ് ആഡ് ടാർഗറ്റിങ്ങിലുള്ളതാണ് നമുക്ക് കീവേഡ് ബേസ്ഡ് ടാർഗറ്റ്. അപ്പോൾ കീവേഡ്സുകൾ നമ്മൾ കൊടുക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെയാണ് നമ്മൾ കീവേഡ്സ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു സീലിംഗ് ഫാൻ അല്ലെങ്കിൽ അതേപോലെയുള്ള നമുക്ക് എന്തോരം കീവേഡ്സ് വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വെബ്സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള റിലേറ്റഡ് കീവേഡ്സുകളൊക്കെ ഫെച്ച് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെയാണ് നമ്മൾ കീവേഡ്സ് കൊടുക്കുന്നത്. സോ ആഡ് ഗ്രൂപ്പ് ലെവലിലുള്ള ടാർഗറ്റിംഗ് നമുക്ക് ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് ഹൗ വി ആർ ടാർഗറ്റിംഗ്. അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നിഷായിട്ടുള്ള ആളുകളിലോട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എത്തിക്കാൻ വേണ്ടി നമുക്ക് വെബ്സൈറ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. Now we have learned about website based targeting. So in the next session we are going to learn about user based targeting. See you on next session. Bye.